Happy birthday to you. Happy birthday to you. തുറക്ക ആ ഡാഡ് അടി വേണ്ടായിരുന്നൂല്ലേ ഡാ മതിയായിരുന്നൂല്ലേ. ഇതിന്റെ കാർഡിന്റെ റേറ്റ് എന്താന്ന് ഞങ്ങക്ക് ഗിഫ്റ്റ് ഇല്ല തിരിച്ച്. അയ്യോ ഇതിപ്പോ എപ്പോ പൂച്ച് ഗൈസ്, ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കേട്ടോ. അയ്യോ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അയ്യോ ഇങ്ങോട്ട് ഗിഫ്റ്റ് ഇല്ല. അയ്യോ ഇത് എനിക്ക് മൊത്തമായിട്ട് എനിക്കാണ്. സോ താങ്ക് യു താങ്ക് യു താങ്ക് യു. തുറന്നോളാം. അതാ ഇത് മുഴുവൻ പപ്പയ്ക്കുള്ള 3 ഗിഫ്റ്റ് പപ്പയ്ക്കുള്ളതാ. അങ്ങനെ ഉണ്ടായിരുന്നോ? പിന്നെ തിരിഞ്ഞു പോയി നോക്ക് എങ്ങനെയുണ്ട്. ഇതാണ് അപ്പൊ അവർക്ക് കിട്ടിയത്. കണ്ടിട്ടില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. മൂക്ക് എന്താ വെച്ചാ സുരക്ഷിതമായി സൂക്ഷിച്ചോളൂ. അതിന്റെ പേപ്പർ കീറിയാലും ബോക്സിന് ഡാമേജ് പാടില്ല. ആ ബോക്സ് ഒക്കെ വാടകയ്ക്ക് എടുത്തു നമ്മള്. എന്താണത്? ഉദ്ദേശം എന്താ അറിയോ? ലൈഫിൽ വരുന്നതിന് മുന്നേ ഇങ്ങനെയായിരുന്നു. ഓക്കെ ഇപ്പോഴാണ് ഫുള്ളായിരുന്നു. പപ്പ ഇതിനകത്തുണ്ടല്ലോ ഈ ഗിഫ്റ്റ് ബോക്സില് പപ്പയ്ക്ക് ഇതില്ലാണ്ട് പറ്റില്ല. അതന്നെ ഇതില്ലാണ്ട് പപ്പയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞൊരു ഗിഫ്റ്റ് ഇതിനകത്തുണ്ട്. ഇതുപോലെയല്ല സത്യമായിട്ട് സാധനം ഉണ്ട്. അത് എത്രാമത്തെ ഗിഫ്റ്റാ? അത് ഗിഫ്റ്റ് ഒന്നാമത്തെ അല്ല 3ാമത്തെ ഗിഫ്റ്റ്. ഡേ അങ്ങോട്ട് നോക്ക, അതൊന്നും കണ്ടില്ല തരേ. അയ് ശരി, നമ്മളാരും പപ്പയ്ക്ക് പറ്റില്ല. അതല്ല അത് അമ്മയാണല്ലോ. ഇത് 2ാമത് പപ്പയ്ക്ക് പറ്റില്ലാത്ത കാര്യ. ഭയങ്കര എക്സ്പെൻസീവാ. അത് കിട്ടിയല്ലോ അല്ലേ. അതത് പൊട്ടി കിട്ടുന്നുണ്ട്. നോക്കാം. കേക്ക് പോക്കാൻ പറ്റുന്നു. ലൈറ്റിന്റെ ജാക്ക് ഫ്രൂട്ട് കേക്കാണ്. ക്രിസ്മസ് കേക്കാണ്. പപ്പനെ വാങ്ങിക്കൊണ്ടു പേടിക്കട്ടെ. തുറക്കാതെയോ പപ്പനെ വാങ്ങിക്കൊണ്ടു കേക്ക് ബോക്സ്. സത്യം ഇനി പറഞ്ഞ ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഫൈനൊക്കെ ഉണ്ട്. എന്താ ദോശയോ? പിന്നെ ദോശല്ലേ പപ്പ. ഇതൊക്കെ വലിയ ഗിഫ്റ്റ് എന്ത് കിട്ടാനുണ്ട്? 3 ദിവസം പഴക്കമുള്ള. 3 ദിവസം പഴക്കം. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും? ഇന്നത്തോടെ കുഴച്ച് വെച്ചിട്ടുണ്ടാക്കിട്ടില്ലല്ലോ. നമ്മള് പപ്പയ്ക്ക് ചപ്പാത്തി ഗിഫ്റ്റ് കൊടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാ പപ്പ ഡെയിലി രാവിലെ ചപ്പാത്തി കഴിക്കുള്ളൂ. രാവിലെ അതന്നെ പപ്പയ്ക്ക് ചപ്പാത്തി ഇല്ലാണ്ട് പറ്റില്ല. അത് പപ്പയ്ക്ക് ഏറ്റവും ആഗ്രഹമുള്ള വസ്തുവാണ്. പപ്പയ്ക്ക് അത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള. ആ സത്യം. കാരണം ഇപ്പൊ നടക്കില്ല, സംഭവം നടക്കില്ലെന്ന് അറിയാം. എന്നാലും വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നത് ഞങ്ങളങ്ങ് തന്നു. അത്രേ ഉള്ളൂ. തുറക്ക്. ഏറ്റവും കൂടുതൽ ആഗ്രഹവും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും അതാണ്. അതെ, വീട് ശരിക്കും നോക്കണേ. ഏറ്റവും കൂടുതൽ ആഗ്രഹം അത് വേണമെന്നാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഞങ്ങള് ഇതിന്റെ എടുക്കണമെന്ന് ഇത്
ആപ്പിള് ആപ്പിളാണ് സുഹൃത്തുക്കള്. കുത്തി താഴോട്ടേക്ക്. ഇത് ആപ്പിള് അപ്പക്ക് 16 വേണമെന്നല്ല ആഗ്രഹം. അല്ല 16 വേണമെന്നല്ല, 17 സെപ്റ്റംബറിൽ വാങ്ങണമെന്നല്ല ആഗ്രഹം. ഞങ്ങൾ ആപ്പിള് ബുക്ക് ചെയ്യാൻ കടയിൽ ചെന്താ. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ ഇക്കൊല്ലം ചീഞ്ഞ അപ്പൊ ഓൾഡ് മോഡൽ അത്. ഇത് ചീഞ്ഞു പോയി. ഇതിന്റെ പഴയ 5 ആണ്, ആപ്പിൾ 5 ആണ്. ഞങ്ങൾ കടയിൽ പോയത് ആപ്പിൾ ഷോറൂമിൽ 5 എന്റെ എപ്പോഴും ഇരിപ്പുണ്ട് കയ്യില്. പക്ഷെ അത് ഇതിലും പൊളി, അതിനേക്കാളും പൊളിഞ്ഞേക്കുന്നത്. എന്താ ഞങ്ങൾക്കും വല്ലോ. ഇനിയിപ്പോ വെള്ളം ബാക്കിയുള്ളൂ. വായു കിട്ടി. ഗിഫ്റ്റ് ഉണ്ട് എത്രാമത്തെ ഗിഫ്റ്റ് ആണ് തന്നെ? 10 മണിപ്പൂക്കളോ 10 പൂക്കളാണോ? നേരത്തെ ആക്ച്വലി എനിക്കും അറിയില്ല കേട്ടോ. ശരിയാണ്. ഈ ബോക്സ് ഞാനും കണ്ടിട്ടില്ലല്ലോ. പേപ്പറൊക്കെ പൊട്ടിക്കാൻ പറ്റാത്ത ബില്ല ബില്ല് നോക്കട്ടെ കാണിക്കേ. അല്ല ഞാൻ എന്തത് മിസ് ചെയ്ത് പുറകിലെന്നാ എന്താ നമ്മുടെ ഇന്നോവയാണ്. നമ്മള് ഇന്നോവ ആയിരുന്നു. ആ പുറകിൽ നിൽക്കുന്ന ഇനിയും അതെ ഇനിയും പപ്പയ്ക്ക് എന്താ പറയുന്നത് വേണമെങ്കിൽ ഗസ് ചെയ്യാൻ പലത്. ഈ ഷേപ്പ് വെച്ച് ഗസ് ചെയ്യാൻ പപ്പയ്ക്ക് ഇഷ്ടമുള്ള വസ്തുക്കളാണ്. ഇന്നോവ നമുക്ക് ചോദിച്ചിട്ടുള്ള വസ്തുവാണിത്. എവിടുന്നാടേ നീ കയറി വരുന്നത്? അപ്പൊ എത്രാമത്തെ ഗിഫ്റ്റ് നല്ല ഐഡിയ ഉണ്ടോ? 3, 4, 5, 6, 7, 8ാമത്തെ ഗിഫ്റ്റ് ആണ്. ഇഷ്ടമുള്ളൊരു സ്വീറ്റ് ആണിത്. ചെന്നാലും എവിടെ ചെന്നാലും പപ്സ് മിഠായി സ്വീറ്റ് ആണ് പഴംപൊരി. ഓ സൂക്ഷിച്ച്. അല്ല ഇന്നോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമുക്ക് വേണ്ടി ഒരു വണ്ടി എടുക്കാം എന്നുള്ള രീതിയിൽ. പക്ഷെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റില്ല. അത് കാരണം ആളില്ലാത്ത കാരണം കൊണ്ടാണ്. 56 എന്റെ ദൈവം. ഈ ഓരോ മിഠായി ഓരോ കിട്ടണം. ആരാ എനിക്ക് 56 വയസ്സായി എന്ന് പറഞ്ഞതിന്? അമ്മ പറഞ്ഞു. ജെയിംസ് അങ്കിളുടെ പ്രായമായപ്പോ ഞാനതെങ്ങനെ ജെയിംസ് അങ്കിളോട് പറഞ്ഞായിരുന്നു. ജെയിംസ് അങ്കിളോട് പറഞ്ഞ പുള്ളിയുടെ 27-ാം തീയതി ബർത്ത്ഡേ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ പുള്ളി റിവെഞ്ച് എടുത്താണല്ലോ വീഡിയോ. ഏതാ പീനട്ടോ? പീനട്ട് ഗിഫ്റ്റുകളല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എക്സ്പെക്ട് ചെയ്യാത്ത ഗിഫ്റ്റുകളല്ലേ? വേറെ എന്തെങ്കിലും വായു വരും നമ്മള് കൊടുക്കുന്നു. അപ്പൊ എക്സ്പെക്ട് ചെയ്യണ്ടോ? ഇല്ല. ചിലപ്പോ കുറച്ച് പച്ചവെള്ളം കാണും. ഒന്നും ഇതുവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മളതില് ഇൻക്ലൂഡിംഗ് വൈഫ്. യെസ്. ഇത്രയും നല്ല ഭാര്യനെ കിട്ടുന്ന പ്രതീക്ഷിച്ചില്ലല്ലേ? ഇല്ല. ആ ഓക്കെ. ഇത് പിന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച സാധനങ്ങള് അല്ല. ഓക്കെ. നമ്മൾ ആക്ച്വലി ഈ സാധനത്തിൽ ഏതെങ്കിലും ഒറിജിനൽ സാധനത്തിന് ബോക്സ് ഒന്നും ഇത് സർപ്രൈസ് ആയിട്ട് ഒരാള് പപ്പയ്ക്ക് തന്നാണ്, വാങ്ങിപ്പിച്ചാണ്. പെങ്ങളായിരിക്കും. അല്ലാണ്ട് ഇപ്പൊ ഒറ്റടി വേറെ ആരും ഇല്ല. തുറന്നോളാം. അത് പപ്പ ഇടുവെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് നിർബന്ധം. ജിജേന്റെ അയച്ചെന്നുള്ളതാ. അതെ. പപ്പേ ഈ ഷർട്ട് എവിടുന്ന വാങ്ങിയെന്ന് നല്ല ഐഡിയ ഉണ്ട്. പപ്പേ ഇതും പപ്പയ്ക്ക് ഒരാൾ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു ഇഷ്ടം. ഇത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് അജയനായിരിക്കും. അല്ല എന്നാ ബോംബായിരിക്കും. എന്തായിരിക്കും ആരാണെങ്കിലും അജയനാണെങ്കിൽ പെങ്ങള് ഒരെണ്ണം തന്നതല്ല, മേടിക്കാൻ പറഞ്ഞു പിള്ളേർ നിങ്ങൾ ഈ അണിയറയിൽ കുറെ പണികളിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പുറകിൽ ഒരേ ഒരു മറ്റേ പഴയ സിനിമയിലെ കണ്ടേ, ഇതിന് പുറകിൽ ഒരേ ഒരു മാസ്റ്റർ നവംബർ മുതൽ ക്രിസ്മസ് എന്തായാലും പീറ്റർ പുറകിൽ വന്നിട്ടില്ല. പീറ്റർ ഇല്ല. പേടിച്ചു അവനാണെങ്കിലേ ഈ കീറിയ ഷഡ്ഡിയും വല്ല പഴയ ചെരുപ്പൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കാൻ
മറന്നു പോലും അങ്ങനെയൊക്കെ ഉണ്ടാവും. അവൻ അങ്ങനത്തെ ഒരു ഇത് ഉള്ളതാ. പപ്പയ്ക്ക് ആമസോൺ എക്കോ. എവിടെ ഞാൻ പോയ സമയത്ത് പഠിക്കാൻ പോയ സമയത്ത് അവിടെ അവൻ ഇതുപോലെ എനിക്ക് പൊതിഞ്ഞെട്ടി തന്നു കേട്ടോ. അലക്സിയോ അലക്സയുടെ ബോക്സ് ആണ്. സംഭവം ആദ്യമായിട്ട് കൊള്ളാം. പേടിക്കണ്ട, പപ്പയുടെ തന്നെ പപ്പടമാരി നടിച്ചു നോക്കിയതാ. ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. പാവം അവൻ വിജൃംഭിച്ചു പോയി. ഇതിലും കേട്ടാൽ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും. ഇതൊക്കെ എവിടുന്ന് കിട്ടി? അപ്പം പപ്പ സൗദിയില് ജിൻസി, നിനക്ക് ഇങ്ങനെ ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു, നിനക്ക് വല്ല IAS IPS പോയിക്കൂടെ? നേഴ്സിംഗിന് പോയി എന്തിനാണ്? ഞാൻ ഇതെല്ലാം കടത്തി വന്നിരിക്കുന്നത്. ടീഷർട്ടാണ്. അത് പപ്പയ്ക്ക് ഭാഗമായി ഞാൻ എടുക്കാൻ വേണ്ടി കാത്തിരിക്കാണ്. ഇത് അമ്മ പപ്പയ്ക്ക് മാത്രമായി പപ്പ അമ്മയുടെ അത്രയ്ക്കാണ് ആഗ്രഹത്തോടെ അമ്മ വാങ്ങിയ ഗിഫ്റ്റാണ്. സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് കേട്ടല്ലോ. അമ്മ അത്രയ്ക്ക് ആഗ്രഹിച്ച് പപ്പയ്ക്ക് വാങ്ങി തന്ന ഗിഫ്റ്റ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ വരികളും പപ്പയ്ക്ക് വേണ്ടി മാത്രമുള്ളവയാണ്. അത് എനിക്ക് ഇത് കണ്ടപ്പോ മനസ്സിലായി. അമ്മയുടെ ആഗ്രഹം ഇതൊക്കെ രാവിലെ ഞങ്ങളിവിടെ വന്നിട്ട് പൊതുവെ സാധനങ്ങളാ. ഇത് ഞങ്ങൾ പപ്പത് ഒഴിവാക്കിയത്. എന്താന്ന് പറഞ്ഞു ഞാൻ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങൾ ഇന്നലെ ലണ്ടനിൽ പോയി വന്ന് ഉറക്കം ഒളിച്ചിരുന്നാണ് ഈ സാധനം. അതുകൊണ്ട് ദയവായി ലൈക്ക് ചെയ്യണം. അതെ, പപ്പയുടെ കണ്ണ് തോന്നി എപ്പോഴും ആ ചോപ്പ് മാറിയിട്ടില്ല. ഒരു ലൈക്ക് ചെയ്യേണ്ട 2 ചെയ്തോളൂ കേട്ടോ. ഇത്രയും കഠിനമായിട്ട് അവര് ചെയ്തതല്ലേ. അതെ അതെ. ഹാപ്പി ബർത്ത്ഡേ ഹസ്ബൻഡ്. I didn't get you a gift as having me as your wife is the best present. എന്ത് തോന്നുന്നു? രസം ഹാവിങ് പപ്പയ്ക്ക് എന്താണ്, പപ്പയ്ക്ക് എന്താണ് നിക്ക, പപ്പയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് അമ്മ എന്നാണ് ആ വരികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും പിണങ്ങിയിരുന്ന ദിവസം എഴുതിയതാണ് കേട്ടോ. സത്യം, പിണങ്ങിരുന്ന ദിവസം എഴുതിയ ഗിഫ്റ്റ് അത്. Say happy birthday to my father. ഇത് നൊസ്റ്റ് അടിക്കണ്ടോ അപ്പക്ക്? ഇതെവിടെ പോയി To my husband. I'm not perfect. I'm not perfect. I always tease എന്താണ് സത്യപ്രതിജ്ഞ? tease you. Tease you. Say stupid things. But you will never find anyone who loves you as much as I do. Possible. ഇത് പപ്പേ ഈ ഒരു ഗിഫ്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് പറ. അതന്നെ, ഈ ഒരു ഗിഫ്റ്റ് പപ്പയ്ക്ക് നേടണമെന്ന് ആഗ്രഹിച്ച LLB ഡോക്ടറേറ്റ്. ഇഷ്ടമുള്ള കുറച്ച് സംഭവമാണ്. ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ആരായിരിക്കും? പറയണ്ട, ആയിരിക്കും. എന്തായാലും ഇഷ്ടമുള്ള ആൾക്കാരോ? വേറെ ആര്? ഞങ്ങള് 3 പേര്. ഏറ്റവും ഇഷ്ടം ആരെയാ? ഞങ്ങളെ 3 പേര്. വേറെ ആര്? 10 മണി പൂക്കളാണോ? എന്റെ മനസ്സിലുള്ള ഗസ് ശരിയാണെന്ന് ഇത് തുറന്നു കഴിയുമ്പോൾ എനിക്ക് അറിയാൻ പറ്റൂലോ. എന്നാ പറയാ. അതാണ് അത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയേക്കണേ നമുക്കറിയില്ലല്ലോ. ഷെട്ടിക്കുന്നത് ഒരൊറ്റ എയിമിലേക്കാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഞങ്ങള് പറഞ്ഞില്ലേ ഞങ്ങള് വേറെ ആരാ? ഇത് എന്റെ അമ്മ കൊടുത്ത ഫോട്ടോ ആയതുകൊണ്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു.